ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് നെയ്ച്ചോറും ചിക്കൻ മസാലയുമാണ്. അവനകത്ത് വെച്ചാണ് ഇന്നത്തെ ചിക്കൻ ഉണ്ടാക്കുന്നത്. ചിക്കൻ്റെ മസാലക്കൂട്ടുകളെല്ലാം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ നെയ്ച്ചോറിന് വേണ്ടി എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. ഇതിന് 2 കപ്പ് അരിയും 3 കപ്പ് വെള്ളവുമാണ് എടുക്കുന്നത്. നമ്മൾ 350 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്യുന്നത്. ചിക്കനും റൈസിനും വേണ്ടിയുള്ള മസാലയാണ് എടുത്തു വെച്ചേക്കുന്നത്. സ്വല്പം ചെറിയ ജീരകം, ഇപ്പം വലിയ ജീരകം, ഗ്രാമ്പു, കറുകപ്പട്ട, ഒരു ഏലക്ക, ഇത്രയും സാധനങ്ങളാണ് എടുത്തു വെച്ചേക്കുന്നത്. നമ്മുടെ ചിക്കൻ മസാലയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന സാധനങ്ങളാണ് ഈ എടുത്തു വെച്ചേക്കുന്നത്. സവാള, തക്കാളി, 2 സവാളയാണ് ഞാൻ എടുത്തത്, 1 തക്കാളി, 1 പച്ചമുളക്, ഒരു 3-4 കഷ്ണം ഇഞ്ചി, 3-4 കഷ്ണം വെളുത്തുള്ളി, ഇത്രയാണ് റെഡിയാക്കിയിരുന്നത്. ഇത് നമ്മുടെ ജീരകശാല അരിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയാണ്. 1 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കനകത്ത് വരട്ടിയ മസാലക്കൂട്ടുകൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. കുറച്ച് മല്ലി, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് വലിയ ജീരകം, കുറച്ച് കുരുമുളക്, 2 ഏലക്ക, 1 കറുകപ്പട്ട, ലേശം മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി തോനെ, ഇത്രയും കൂടെ പരട്ടി വെച്ചേക്കും. ബേക്ക് ചെയ്താണ് വെക്കുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ? നമ്മൾ റൈസ് പോകുമ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി ഉള്ളി വാട്ടിപ്പോകും. നമ്മൾ ഉള്ളി വറുത്ത് കോരി വെച്ചു. അതിന് നെയ്ക്കകത്ത് ആ പാത്രത്തിൽ തന്നെ ചിക്കനുള്ള മസാല വെച്ചേക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് ഒന്ന് വാടി കഴിയുമ്പോൾ, ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ സവാള ഇട്ടു.
നമ്മുടെ നാട്ടിലുള്ളിയായിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയോ വാടിക്കഴിഞ്ഞു. ഉള്ളി എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് സൈസിൽ ഉള്ളി കിട്ടും. പക്ഷേ ചുമന്ന കളറിൽ ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഇത് വെള്ള വഴി ഉള്ളിക്കകത്ത് എളുപ്പം വാടത്തില്ല. ഒരുപാട് അതിനെ കാണത്തുമില്ല. വെള്ളം കൂടുതലുള്ള ഉള്ളിയാണ്. നാട്ടിലുള്ളി കണക്കുള്ള അത്രയും കിട്ടും. ഇത് വാട്ടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇച്ചിരി ഇത് പേസ്റ്റ് ആക്കാൻ പോകും. അപ്പം സ്വല്പം മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ഗരം മസാല അത് ഞാൻ സ്വല്പം ചേർക്കാൻ പോകുക. ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് സ്വല്പം ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കും. തണുത്തതിന് ശേഷം നമുക്കൊന്ന് പേസ്റ്റ് ആക്കാൻ പറ്റും. തണുക്കട്ടെ. ആയിട്ടുണ്ട്. നമ്മൾ സ്വല്പം ചൂടുവെള്ളം ഒഴിച്ചാണ് അടിച്ചതല്ലാതെ ടേസ്റ്റ് ആവും. നമ്മളിപ്പോൾ ചിക്കൻ വെച്ചിട്ട് 1 മണിക്കൂർ എന്തായാലും നമുക്കൊന്ന് നോക്കാം. റെഡിയായിട്ടുണ്ട്. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. കണ്ടേ, കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവാളയും സ്വല്പം നെയ്യും കൂടെ ചേർത്ത് ഇതിലേക്ക് റൈസ് കറക്റ്റായി. നമ്മുടെ ഈ റൈസും ചിക്കൻ മസാലയും റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.